ഉം, മലയാള സീരിയൽ മേഖലയിൽ സെൻസറിംഗ് വേണമെന്നുള്ള കേരള വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട്. ഇതിനോട് പ്രതികരണവുമായി നടനും ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ രംഗത്ത് വന്നിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് മലയാള സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമാണെന്നായിരുന്നല്ലോ. ഒരുപക്ഷെ സീരിയൽ മേഖലയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ വന്നു. ശ്രീകുമാരൻ തമ്പി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ കൂടുതലും വിമർശനങ്ങളായിരുന്നു. ഇങ്ങനെ പറയാൻ ശ്രീ പ്രേംകുമാറിനെ പ്രേരിപ്പിച്ച ഘടകം എന്നാണ്. കാരണം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ശ്രീ രഞ്ജിത്തും അങ്ങനെ തന്നെയാണ് പുറത്തുപോയത്. വലിയ വിവാദങ്ങളിലൊക്കെ പെട്ടു. താൻ എന്തോ ഒരു സ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നുള്ളൊരു മനോഭാവമാണോ, അതോ ഈ പ്രേംകുമാർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സീരിയൽ രംഗത്ത് വളരെ സജീവമായി വർഷങ്ങളായി നിൽക്കുന്ന ആളെന്ന നിലയിൽ ജിജ മാം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഞാൻ പ്രേംകുമാറിന്റെ വാക്കുകളോട് 100% എതിർപ്പാണ് എനിക്കുള്ളത്. കാരണം സീരിയലിന്റെ അന്നം കഴിച്ചു വളർന്ന പ്രേംകുമാർ സിനിമയിലേക്കെത്തി. രാഷ്ട്രീയ ബലമുള്ളതുകൊണ്ട് ഇന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി. വൈസ് ചെയർമാൻ ആയിരുന്നു. രഞ്ജിത്ത് സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ സീരിയലിന്റെ ചോറ് തിന്ന പ്രേംകുമാർ സീരിയലുകാരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി നടത്തരുതെന്നേ എനിക്ക് പ്രേംകുമാറിനോട് പറയാനുള്ളൂ. പ്രേംകുമാർ വിചാരിച്ചാൽ അത് നടക്കില്ല, അത് വേറെ കഥ. പിന്നെ താൽക്കാലികമായ പേരിന് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്ന പ്രേംകുമാറിനോട് എനിക്ക് ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം പ്രേംകുമാറിനെ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്, എന്നെയും നന്നായിട്ട് അറിയാം. ആ മനുഷ്യന് ഇന്ന് സാമ്പത്തികം ഗവൺമെന്റിന്റെ ശമ്പളം കിട്ടുന്നത് കൊണ്ട് 30-ാം തീയതി ശമ്പളം വരും. 30 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ശമ്പളം വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തും വിളിച്ചു പറയാം. അതെല്ലാവരും കേൾക്കും, അനുസരിക്കും, ചിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ സീരിയൽ മേഖലയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നന്നത്തെ നിത്യ തൊഴിലാണ്. ഞാനടക്കമുള്ളവർക്ക് സിനിമയായാലും സീരിയലായാലും അന്നന്നത്തെ നിത്യ തൊഴിൽ. ഞങ്ങൾക്കാരും ശമ്പളം തരുന്നില്ല. അദ്ദേഹത്തിന് അവസാന കാലം ഈ പ്രായമായപ്പോൾ ഒരു പോസ്റ്റ് കിട്ടി എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെ ഒന്നും അറിയാത്തവർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സീരിയലിന്റെ ചോറ് തിന്ന, സിനിമയിലെ ചോറ് തിന്ന 99% ആൾക്കാരും പ്രേംകുമാറിന് എഗൻസ്റ്റ് ആണ്. ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞതിനോടും എനിക്ക് വെറുപ്പാണ്. കാരണം ശ്രീകുമാരൻ തമ്പി സാറ് സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നും അദ്ദേഹം സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയാൻ നിൽക്കത്തില്ല. ഈ പ്രേംകുമാറും ഇന്നും സീരിയലിന്റെ അന്നമാണ് അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹം ഈ സംസാരം ഉണ്ടാകത്തില്ല. ഇനി സീരിയലിന്റെ ചോറ് വേണ്ട എന്ന് കരുതി തന്നെയാണ് പുള്ളി ഇത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, സീരിയലിലായാലും സിനിമയിലായാലും ഒരു നിലയിലെത്തിയ ഒരു ആർട്ടിസ്റ്റ് അല്ല പ്രേംകുമാർ. എന്നാൽ ഇതേ ഹൈ ലെവലില് സിനിമയിലെത്തിയ ആളുകൾ പോലും സീരിയലിലെ നമ്മളെ പോലുള്ള തൊഴിലാളി വർഗത്തോട് സ്നേഹമാണ്, സീരിയൽ ഇതുപോലെ തന്നെ പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, സബ്ജക്റ്റ്, അതായത് കഥകളുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. ആർട്ടിസ്റ്റിനെ ഞാൻ പറഞ്ഞില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ തമിഴിലുള്ള കഥകൾ, ഹിന്ദിയിലുള്ള കഥകൾ, തെലുങ്കിലുള്ളത്, കന്നഡത്തിലുള്ള അങ്ങനെയുള്ള കഥകൾ, അവിടെ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സീരിയലുകളുടെ കഥകളാണ് ചാനലുകാർ ഇവിടെ പ്രൊഡ്യൂസർമാർക്ക് കൊടുക്കുന്നത്. അതിൽ സ്ക്രിപ്റ്റ് റൈറ്റർമാരും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ പോലുള്ള ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് റേറ്റിംഗ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫണ്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ എൻഡോസൾഫാനേക്കാൾ ഭീകരം എന്ന് പ്രേംകുമാർ പറഞ്ഞതിനോട് എനിക്ക് പുച്ഛമാണ്. അങ്ങനെയാണെങ്കിൽ ഈ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ എൻഡോസൾഫാനിലേക്കാൾ ഭീകരമാണോ? അവിടെ മാർക്കറ്റ് ചെയ്ത സാധനമല്ലേ ഇവിടെ തരുന്നത്, അതല്ലേ നമ്മൾ അഭിനയിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ഭാഷ അദ്ദേഹം ഗവൺമെന്റ് സാലറി വാങ്ങിക്കൊണ്ട് ധൈര്യപൂർവ്വം പറഞ്ഞത്? സാലറി കിട്ടുന്നത് കൊണ്ടല്ലേ. ക്ഷമിക്കണം, ഞാൻ ഇടപെട്ടോട്ടെ. ഈ പ്രേംകുമാർ പറഞ്ഞത് ശരി, ഈ സീരിയലുകളുടെ കഥകളെ കുറിച്ചാണ് എന്ന് പറയാം. ശ്രീകുമാരൻ തമ്പി എടുത്തു പറഞ്ഞത് ഈ
മലയാളി സ്ത്രീകൾ മുഴുവൻ കുശുമ്പും കുന്നായ്മയും ഉള്ളവരാണ് എന്നുള്ള രീതിയിലാണ് കഥാപാത്രങ്ങളെ പരുവപ്പെടുത്തി കൊണ്ടുവരുന്നതും അഭിനയിപ്പിക്കുന്നതും. അത് ഒരു പക്ഷെ പുറത്ത് നമ്മുടെ ഇമേജിനെ, മലയാള സ്ത്രീകളുടെ ഇമേജിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കഥകളിൽ ഈ മലയാള സ്ത്രീകളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് അറിയാലോ അമ്മായിമ്മ മരുമകൾ പോരൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയായിരിക്കും കേരളത്തിൽ എന്ന് ഒരു പക്ഷേ കാണുന്നവർ വിചാരിച്ചു പോവില്ലേ എന്നൊരു ആംഗിൾ അദ്ദേഹം പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, യൂട്യൂബിലൊക്കെ ഓരോ സംഭവങ്ങൾ, ഓരോ വീടുകളിൽ അടി, ബഹളം, മരണം എന്തൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു കഥ, അവിടെ സംഭവിച്ച കഥകൾ മനസ്സിലാക്കിക്കൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ കഥ എഴുതുന്നതിൽ എന്താ തെറ്റ്? അതൊക്കെ സീരിയൽ കണ്ടിട്ടാണോ ആ അമ്മായിയമ്മ പോരും അവിടെ വിഷം കൊടുപ്പും വെട്ടിക്കൊലയൊക്കെ നടക്കുന്നത്? എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ. അതൊക്കെ സീരിയൽ കണ്ടിട്ടാണെന്ന് പറയാൻ പറ്റുമോ? ആ കഥയിൽ നിന്നും കഥ എടുത്ത് സീരിയൽ ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാൻ. തമ്പി സാറും സീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അനുഭവമായ കഥകൾ തന്നെയാണോ എഴുതിയതെന്ന് തമ്പി സാറോടൊന്ന് ചോദിക്ക്. പുള്ളിയും സീരിയൽ ചെയ്തതാ. പക്ഷേ ഇദ്ദേഹം ഇനി സീരിയൽ ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തു കാണും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഇനി 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 മുതൽ എല്ലാ ചാനലിലും സ്ക്രിപ്റ്റ് എന്നൊരു പറയുന്ന സംഭവം ചാനൽ അവിടുന്ന് അപ്രൂവൽ ചെയ്ത് വരുന്നതാണ് ഇവിടെ സ്ക്രിപ്റ്റ് ആക്കുന്നത്. തമ്പി സാർ ഇനി സീരിയൽ ചെയ്യാൻ പോയാൽ ചാനലിൽ നിന്നും അപ്രൂവൽ വാങ്ങിയിട്ട് അതിനനുസരിച്ചുള്ള സീരിയൽ ചെയ്യാൻ പുള്ളി തയ്യാറായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഇത് പറയുന്നത്. ഇനി സീരിയൽ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് മാനസികമായി തയ്യാറെടുത്തത് കൊണ്ട് മാത്രമാണ് പുള്ളി ഇക്കാര്യം പറയുന്നത്. ഇനി സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലുകാർ ഇതുപോലത്തെ കഥകൾ തന്നെ തരും. അത് എഴുതി ഫലിപ്പിച്ച് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച് റേറ്റിംഗ് എടുക്കേണ്ടത് ഡ്യൂട്ടി ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ, ആർട്ടിസ്റ്റ് ഇവർക്കെല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ അതിന് തയ്യാറായിക്കൊണ്ട് മരണം വരെ ഈ ചോറ് തന്നെ വേണം, ഇത് തിന്നിട്ടേ മരിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജീജ സുരേന്ദ്രൻ. സീരിയൽ രംഗത്തെ ഭൂരിപക്ഷം ആളുകൾക്കും ഇതേ അഭിപ്രായം തന്നെയാണല്ലോ അല്ലെ? കാരണം പ്രേംകുമാറിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് 90% അല്ലെങ്കിൽ 99% വിമർശിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ഈ കഥകൾ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. കാരണം മിക്കവാറും കഥകൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ പറയുമ്പോൾ സ്ത്രീകളാണ് ഒരു വീടിന്റെ നെടുംതൂണെന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സ്വഭാവം ഇത്തരത്തിലാണ് എന്നുള്ള രീതിയിൽ തന്നെ സീരിയലുകൾ പോകും എന്നുള്ളതാണോ? അത് ഈ സമൂഹത്തിൽ നിന്ന് എടുത്ത് കഥ എഴുതുന്നത് കൊണ്ട് അങ്ങനെയെന്ന് നേരത്തെ മാം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്നത് സ്ത്രീകൾ എല്ലാം ഇങ്ങനെയാണെന്ന് പറയുന്നില്ലല്ലോ. എന്ത് കഥ അവിടെ വന്നു കഴിഞ്ഞാലും അതിലൊരു നല്ല സ്ത്രീ ഉണ്ടാവും. അവരാണ് വേദന അനുഭവിക്കുന്നത്. ഈ ലോകത്ത് സത്യസന്ധരായ ഹൃദയമുള്ള ആണിനും പെണ്ണിനും വേദന തന്നെയാണ്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അത് സീരിയലിൽ മാത്രമല്ല, സത്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന ഏതൊരു സ്ത്രീക്കും പുരുഷനും ഇവരോട് അടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അനുഭവിക്കുന്ന എത്ര പേര് ലോകത്തുണ്ടെന്നാണ് വിചാരിക്കുന്നത്? ഞാനടക്കം ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിക്കാറില്ല. കാരണം ഞാൻ നല്ല സ്ത്രീയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭഗവാനെ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം നമ്മളെപ്പോലും പ്രതികരിക്കുമ്പോൾ നമ്മൾ സത്യം മേലെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്നു. അതുപോലെയാണ് സീരിയലിലും. ആ കഥയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സ്ത്രീകളുണ്ട്, പുരുഷനുണ്ട്. അതെന്താ പറയാത്തത്? അന്നേരം മാത്രമല്ലേ നെഗറ്റീവ് വരുന്നിടത്ത് വിജയിക്കാൻ പറ്റുന്നുള്ളൂ. അവരവിടെ സഫർ ചെയ്യുന്നുണ്ട്. അത് ഈ ലോകത്തുള്ള കഥ തന്നെയാണ്. നമ്മളെ ലോകത്ത് സംഭവിക്കുന്ന ഓരോ വീടുകളിലും സംഭവിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിലും പിന്നെ ഹിന്ദി സബ്ജക്റ്റിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ആ നാടുകളിലും ഒക്കെ ഇത് ഉണ്ടല്ലോ. ആ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ. അവിടെ ഹിറ്റായ സംഭവങ്ങളല്ലേ ഇങ്ങോട്ട് തരുന്നത്. അപ്പൊ അതെന്താ പറയാത്തത്? കേരളത്തിൽ മാത്രമൊന്നുമല്ല, ലോകം എവിടെയുണ്ടോ സ്ത്രീകളും പുരുഷന്മാരും നെഗറ്റീവും പോസിറ്റീവുമായ ക്യാരക്ടറുകൾ ജന്മനാ ഉള്ളത് കൊണ്ടാണ് കഥയായി വരുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ അന്നം കഴിച്ച് ഈ തൊഴില് മാത്രം ചെയ്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ വേദന തന്നെയാണ്. അത് 100% സത്യം. ഇതും ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. പ്രേംകുമാറിന്റെ എൻഡോസൾഫാൻ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. പ്രേംകുമാർ, ഇനി ഒരു കാലം സീരിയൽ ചെയ്താൽ നിങ്ങൾക്ക് ദൈവം ഒരു അവസരം ഇങ്ങോട്ട് തരണേ എന്ന്. പക്ഷെ ഗവൺമെന്റിന്റെ സാലറി ഉള്ളിടത്തോളം കാലം പുള്ളി വരില്ല. പിന്നെ ബാങ്ക് ബാലൻസ് ഉണ്ടാകുമായിരിക്കും, നമുക്കതില്ല. താങ്ക് യു. വ്യക്തമാണ്.